അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സമൂസയായിട്ടാണ്. നമ്മൾ ബീഫ് സമൂസ, ചിക്കൻ സമൂസ ഒക്കെ സാധാരണ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീനും ക്യാപ്സിക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് സമൂസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഫിഷ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൂണയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിൽ നിന്ന് പകുതി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫിഷ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ടൂണ തന്നെ വേണമെന്നില്ല. അയിലയോ കേദലോ അയക്കൂറിയോ ഏത് മീനായാലും മതി. അപ്പം ആദ്യം അതൊന്ന് ഉപ്പും മുളകും പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് സമൂസ ഉണ്ടാക്കുമ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം സമൂസ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇത് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം മസാല റെഡിയാക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. ക്യാപ്സിക്കം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു പീസിലേക്ക് കുറച്ച് മൈദ കലക്കിയത് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് സമൂസൻ്റെ ഷേപ്പിൽ കോട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രം സമൂസ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ഇതുപോലെ മടക്കിയതിന് ശേഷം മേൽഭാഗം വീണ്ടും മൈദ കലക്കിയത് പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ സമൂസ കൂട്ടുന്ന പോലെ കൂട്ടിയെടുക്കാം. ബാക്കിയുള്ള സമൂസ ഇതുപോലെ തന്നെ കൂട്ടിയെടുക്കാം. മുഴുവൻ സമൂസയും കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ച സമൂസ ഓരോന്നോന്നായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ സമൂസ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫിഷ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്